Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കൂടിയാണിത്. നമ്മെല്ലാം യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ട്രിപ്സ്. ഇന്ത്യയിൽ തന്നെ അനവധി സ്ഥലങ്ങളുണ്ട് നമുക്ക് അഡ്വഞ്ചറായിട്ട് ഔട്ട്ഡോർ ട്രിപ്പിന് തിരഞ്ഞെടുക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൽ കൂടുതൽ പേരും പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് കാശ്മീർ വഴി ലേയിലോട്ട് അല്ലെങ്കിൽ ലഡാക്കിലോട്ടുള്ള ആ ഒരു ഏകപരമായിട്ടുള്ള യാത്ര. ഈ വഴി പോകുമ്പോൾ ചില ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോബ്ലമുണ്ട്, അല്ലെങ്കിൽ ഒരു അസുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് മൗണ്ടൻ സിക്നെസ്. ഉയർന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലകൾക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഓക്സിജൻ്റെ അളവ് ലഭ്യമാവാത്ത ഒരവസ്ഥയിൽ വരുന്ന അസുഖങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ വിളിക്കുന്നതാണ് അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് അഥവാ AMS എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കാശ്മീരിനെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ കാശ്മീർ വഴി ലഡാക്കിലോട്ട് അല്ലെങ്കിൽ ലേയിലോട്ട് പോകുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മണാലി വഴി ലേയിലോട്ട് ലഡാക്കിലോട്ട് പോകുന്നതാണെങ്കിൽ പോലും, ഈ രണ്ട് വഴികളും വളരെ അപകടം പിടിച്ച വഴികളാണ്. ഈ വഴികൾക്കിടയിൽ ഉയരം കൂടിയ അനവധി സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ലോകത്തിലെ തന്നെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആയിട്ടുള്ള കർദുങ്കല പാസ് കാശ്മീരിനും ലഡാക്കിനും ഇടയിലുള്ള സ്ഥലമാണിത്. ഏകദേശം 18,000 അടിയോളം ഉയരമുണ്ട് ഈ കർദുങ്കല പാസ് എന്നുള്ള സ്ഥലം. കൂടാതെ ധങ്കാല, തൻഗലംഗല എന്നീ രണ്ട് സ്ഥലങ്ങളും ഈ ഭാഗത്തുള്ളതാണ്. ഏകദേശം 17,000 അടിയോളം ഉയരം കൂടിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്യുമ്പോൾ ലോ ഓക്സിജൻ പ്രഷർ കാരണത്താൽ വൻ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള അല്ലെങ്കിൽ ബ്ലഡിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയുകയും ഇതുവഴി ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആസ്മ, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ എന്നിവ ഉള്ളവരും, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത വ്യക്തികളും കൂടി ഉണ്ടെങ്കിൽ അവരെല്ലാം ആ വഴി പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അവർക്കൊന്നും അത് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെല്ലാം വരും. അത് കാരണം തന്നെ മറ്റു അസുഖങ്ങൾ വരാൻ കാരണമാവാറുണ്ട്. ഈ അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് ചിലരിൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 8,000 അടിക്ക് മുകളിലെത്തിയാൽ തന്നെ അവർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങാറുണ്ട്. നമുക്ക് ഈ അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് ഇതിനുള്ള അല്ലെങ്കിൽ AMSൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം നോക്കാം. മെയിനായിട്ട് വരുന്നത് ഈ ഇപ്പോൾ എക്സാമ്പിൾ കർദുങ്കല പാസ് 18,000 അടി ഉയരത്തിലെത്തുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലകറക്കം. അതുപോലെ തടി കൂടൽ, നമ്മുടെ മുഖത്ത് ഫ്ലൂയിഡെല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് അടിഞ്ഞു കൂടിയിട്ട് തടി കൂടുന്നൊരവസ്ഥ, മുഖം വീർക്കുന്നൊരവസ്ഥ വരാറുണ്ട്. ഉറക്കമില്ലായ്മ, ഛർദി, നീർക്കെട്ടൽ, ശരീരം മൊത്തം നീർക്കെട്ടിട്ട് തടിച്ച് വീർക്കുന്നൊരവസ്ഥ വരാറുണ്ട്. കൂടാതെ തന്നെ മൂക്കിലൂടെ രക്തം വരുന്നൊരവസ്ഥ. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കഫ്, അതിന് പേഴ്സിസ്റ്റൻ്റ് കഫ് എന്ന് പറയും. ഡ്രൈ ആയിട്ടുള്ള കഫ് വരും, പനി. കൂടാതെ തന്നെ കണ്ണ് ചുമന്ന് വരിക, കണ്ണിനകത്തൂടെ രക്തം വരുന്നൊരവസ്ഥ വരും. ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HAP അഥവാ ഹൈ ആറ്റിറ്റ്യൂഡ് പൾമണറി എഡിമ, അതായത് ശരീരത്തിൽ വെള്ളം അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ. ഇതും തന്നെ ബ്രെയിനിലും സംഭവിക്കാറുണ്ട്. അതിനെ HACE എന്ന് പറയും, അതായത് ഹൈ ആറ്റിറ്റ്യൂഡ് സെറിബ്രൽ എഡിമ എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിനകത്ത് ലിക്വിഡ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ആ ഒരു സാഹചര്യം. ഇതെല്ലാം AMSൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. അതായത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാവാത്തൊരവസ്ഥ. നമ്മൾ ഹൈ ലെവലായിട്ടുള്ള 18,000 അടി അല്ലെങ്കിൽ 8,000 അടിക്ക് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണിതെല്ലാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏത് തരം മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് AMSനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുൻകരുതൽ എന്തെല്ലാം എടുക്കാമെന്ന് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് ആയിട്ടുള്ളത്, ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന മലകൾ, മൗണ്ടൻ, ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിലെപ്പോഴും ഒരു ഓക്സിജൻ ബോട്ടിൽ കരുതുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കർദുങ്കല പാസ് വഴി പോവുകയാണെങ്കിൽ ഒരു 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ്റെ ചെറിയൊരു ബോട്ടിൽ നമുക്ക് ലഭ്യമാവും. അത് ഒരു ഇമ്മീഡിയറ്റ് ഉള്ള ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ്. ഇതിനകത്ത് ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഡയമോക്സ് എന്ന ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് അസറ്റാസോളമൈഡ്. AMS അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന ഒരു മെഡിസിൻ. ഈ മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മരുന്ന് കൊണ്ട് മറ്റു ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ഈ മൗണ്ടൻ സിക്നെസ് അക്യൂട്ട് AMS എന്നുള്ള ഈ കാര്യത്തിന്, അതായത് അക്യൂട്ട് മൗണ്ടൻ സിക്നെസ്സിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ, എക്സാമ്പിൾ 2,700 അടിക്ക് മുകളിൽ പോകുന്നവർക്ക്, ചില ആൾക്കാർക്ക് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ AMS വരാതിരിക്കാൻ സഹായകരമാകുന്നു. അതുകൂടാതെ തന്നെ 18,000 അടി ഉയരമുള്ള കർദുങ്കല പാസ്, പോലുള്ള സ്ഥലങ്ങളിൽ അവിടേക്ക് പോകുമ്പോൾ ഒരു ദിവസം മുമ്പ്
അത് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ കർദൂങ്കല പാസിലോട്ട് പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം, അതായത് ശ്വാസം വലിക്കുന്ന തടസ്സം ഇല്ലാതാവുന്നു. നോർമലായിട്ട് നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയുന്നതാണ്, യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകുന്നതല്ല. സോ ഈ മെഡിസിൻ്റെ പേരാണ്, ജനറിക് നെയിമാണ് അസറ്റാസോളമൈഡ് 250 mg, ബ്രാൻഡ് നെയിം ഡയമോക്സ്, കമ്പനി നെയിം ഫൈസർ എന്നുള്ള ഇൻ്റർനാഷണൽ മൾട്ടിനാഷണൽ US-ൻ്റെ ഒരു കമ്പനിയാണ് ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി മെഡിസിൻ്റെ ഉപയോഗം, ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു HAP, അതായത് HAP ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ആറ്റിറ്റ്യൂഡ് പൾമണറി എഡിമ, അതായത് മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിലോ ഫ്ലൂയിഡ് ജലം അടിഞ്ഞു കൂടി ശരീരം വീർക്കുന്നൊരവസ്ഥ തോന്നും. ഇല്ലെങ്കിൽ HACE, അതായത് തലച്ചോറിനകത്ത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥ. ഈ 2 കാരണങ്ങൾ ഇത് നോർമലായിട്ട് ഉപയോഗിക്കാം. കൂടാതെ തന്നെ സാധാരണയായിട്ട് അസറ്റാസോളമൈഡ് അല്ലെങ്കിൽ ഡയമോക്സ് ഉപയോഗിക്കുന്നത് ഡയൂററ്റിക്കിനാണ്. അത് ഡയൂററ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാൻ, അതായത് ഏത് തരത്തിലും മൂത്ര തടസ്സമുള്ള ആളുകൾക്ക് ഈ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മൂത്രം ഒഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. കൂടാതെ തന്നെ ഈ മെഡിസിൻ കണ്ണിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 2 പർപ്പസിന് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഡയൂററ്റിക്കായിട്ടും കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടും കണ്ണിനകത്തുള്ള ഫ്ലൂയിഡ് വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ മെഡിസിൻ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗമാണ് ഞാൻ മുമ്പ് പറഞ്ഞ AMS, അക്യൂട്ട് മൗണ്ടൻ സിക്നെസ്സിന് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണിത്. അസറ്റാസോളമൈഡ് ടാബ്ലറ്റ്, അതിൻ്റെ ജനറിക് നെയിമാണ് അസറ്റാസോളമൈഡ്. ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ അറിയപ്പെടുന്നത് ഡയമോക്സ് 250 mg എന്നുള്ളതാണ്. ഇനി മെഡിസിൻ ഉപയോഗിക്കുന്ന വിധം നോക്കാം. എക്സാമ്പിൾ കർദൂങ്കല പാസ് മൗണ്ടനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ AMS അനുഭവപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, താൻ അവിടെ പോയി കഴിഞ്ഞാൽ കർദൂങ്കല പാസിൽ പോയി കഴിഞ്ഞാൽ തനിക്ക് AMS അനുഭവപ്പെടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ്, അതായത് 24 മണിക്കൂർ മുമ്പ് 12 മണിക്കൂർ ഗ്യാപ്പ് വിട്ട്, അതായത് രാവിലെയും രാത്രിയും എന്ന രീതിയിൽ 12 മണിക്കൂർ ഗ്യാപ്പ് വിട്ട് 125 mg അസറ്റാസോളമൈഡ് അല്ലെങ്കിൽ ഡയമോക്സ് ടാബ്ലറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ടാബ്ലറ്റ് അതായത് 250 mg അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ ഹാഫ് രാവിലെയും ഹാഫ് രാത്രിയിലും എന്ന രീതിയിൽ കഴിക്കുക. അതായത് 125 mg രാവിലെയും 125 mg രാത്രിയിലും 12 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കഴിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡെയിലി ഡോസ്, അതായത് ആ മൗണ്ടൻ ഇറങ്ങുന്നത് വരെ നമുക്ക് ഈ ഡോസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശ്വാസം വലിക്കാനുള്ള ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ശരീരം തളർന്നു പോകുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ AMS ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് മൗണ്ടൻ സിക്നെസ് എന്നുള്ള ഒരു സംഭവം വരാതിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ കഷ്ടകാലത്തിന് മെഡിസിൻ കഴിക്കാൻ മറന്നുപോയി, അങ്ങനെ AMS അനുഭവപ്പെട്ടു, കർദൂങ്കല പാസ് മുകളിൽ മൗണ്ടന് മുകളിൽ 18,000 അടി മുകളിൽ പോയി AMS അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു ടാബ്ലറ്റ്, അതായത് 250 mg രാവിലെയും 250 mg വൈകിട്ടും എന്ന രീതിയിൽ കഴിച്ചു തുടങ്ങേണ്ടതാണ്. ഇനി ഡയമോക്സ് അല്ലെങ്കിൽ അസറ്റാസോളമൈഡിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ്. സോ അത് സൈഡ് എഫക്റ്റ് കൂടുതലായിട്ട് പറയേണ്ടതൊന്നുമില്ല. കൂടുതലായിട്ട് ഇതിൻ്റെ ഉപയോഗം തന്നെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. അതായത് കൂടുതലായിട്ട് മൂത്രം പോകുന്നൊരവസ്ഥ, പിന്നെ ചെറിയ രീതിയിൽ നമ്മുടെ കൈകാലുകൾ ഒരു തരിക്കുന്നത് പോലുള്ളൊരവസ്ഥ തോന്നും, പിന്നെ തലക്കറക്കം. ഇത് റയറായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റാണ്. ഈ മെഡിസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡയമോക്സ് അല്ലെങ്കിൽ അസറ്റാസോളമൈഡ് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സെൻറ്ററിനകത്ത് pH-നെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുവഴി സാധാരണ നമുക്ക് ശ്വസിക്കാൻ വേണ്ടി സാധ്യമാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ നടക്കുന്നത്. ഇത് പ്രഗ്നൻസി ടൈമിൽ ഒരിക്കലും ഗർഭം ധരിക്കുന്ന ഒരു വ്യക്തി കഴിക്കാൻ പാടില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പാലിക്കണം. മുലയൂട്ടുന്നവരാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി മറ്റ് ഡ്രഗുകൾ കൂടെ ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും, മറ്റു ചില മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളുണ്ടാവും. അവർക്ക് ഏതെല്ലാം മരുന്നുകളൂടെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം. ഇപ്പോൾ ഡയൂററ്റിക്സിനായിട്ട്, അതായത് മൂത്രം ഒഴിക്കാൻ വേണ്ടി കഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മരുന്ന് കഴിക്കരുത്. അപ്പോൾ ഓവറായിട്ട് മൂത്രം പോകുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ സൈക്ലോസ്പോറിൻ, ഡൈജോക്സിൻ, കൂടാതെ തന്നെ ഷുഗറിനെല്ലാം മരുന്ന് കഴിക്കുന്ന വ്യക്തികളുണ്ടാവും, അവരിത് കഴിക്കാതിരിക്കുക. ആസ്പിരിൻ പോലുള്ള അസറ്റിൽ സാലിസിലിക് ആസിഡ് പോലുള്ള മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക. ക്വിനുഡിൻ പോലുള്ള മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് കഴിക്കാതിരിക്കുക. ഇത് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലം, സ്റ്റോർ ഇൻ ഡ്രൈ, അതായത് കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് ഈ ഡയമോക്സ് അല്ലെങ്കിൽ അസറ്റാസോളമൈഡിൻ്റെ പ്രൈസ് നോക്കാം. ഒരു USD മാർക്കറ്റിലാണെങ്കിൽ 24 ടാബ്ലറ്റിന് വരുന്നത് $55 മുതൽ $60 വരെയും, ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ 15 ടാബ്ലറ്റിന് വരുന്നത് വെറും 50 രൂപ മുതൽ 55 രൂപ വരെയുമാണ് ഈ മെഡിസിൻ്റെ റേറ്റ്. ഈ AMSനെ കുറിച്ച് ഏത് തരത്തിലുള്ള ഡൗട്ടോ സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോനകത്ത്
കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്ന റീപ്ലൈ ഞാൻ തരുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്